കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് നെതന്യാഹു പറഞ്ഞു പരത്തിയിട്ടുള്ള ഒരു കള്ളത്തിന്റെ പേരിൽ തുടങ്ങിയ യുദ്ധം ഇപ്പൊ യുദ്ധത്തിന്റെ അവസാനത്തിലോട്ട് എത്തി നിൽക്കുന്ന സമയത്ത് നെതന്യാഹു അടക്കം ട്രംപ് അടക്കം നിക്കക്കള്ളിയില്ലാണ്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. ചത്ത് മലച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നെതന്യാഹുവിനെ പറ്റിയുള്ള വിവരങ്ങളൊന്നും പുറത്തോട്ട് ഇപ്പം വരുന്നില്ല. ഏതാണെങ്കിൽ നെതന്യാഹു പറഞ്ഞ ആ കള്ളങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്നും ഇന്നലെയല്ല, 1995, 94, 95 കാലഘട്ടം മുതൽ 2026 ഇപ്പോൾ നമ്മൾ മാർച്ച് 12 ഈ ദിവസം വരെ നെതന്യാഹു പറഞ്ഞൊരു കള്ളമുണ്ട്. ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളുണ്ട്. ഈ വരുന്ന കുറഞ്ഞ ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ എണ്ണപ്പെടാവുന്ന ദിവസങ്ങൾക്കുള്ളിൽ അവർ ആ ആണവായുധം ഞങ്ങൾക്ക് പ്രയോഗിക്കും. അങ്ങനെ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് അവരില്ലാണ്ടാക്കും. ജൂതന്മാരുടെ സമൂഹത്തിന് അവരില്ലാണ്ടാക്കും. അപ്പോൾ ജൂതന്മാരെ നിങ്ങൾ ഉണരണം. നമ്മളെ കൊല്ലാൻ വേണ്ടിയിരിക്കുന്ന ഇറാനെയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം രാജ്യമാണ് ഇറാൻ. 1995 ആദ്യമായിട്ട് നെസറ്റിൽ ഇത് നെതന്യാഹു പറയുന്നത്. അന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ലോകരാജ്യങ്ങളുടെ ഇടയിലും മറ്റ് അറബ് കൺട്രീസിലും പിന്നെ ഈവൻ ഇസ്രായേലി ലോകത്തിൻ്റെ ഇടയിൽ വരെ നെതന്യാഹു എന്നും പറഞ്ഞിട്ട് ശ്രദ്ധയിലോട്ട് വരുന്ന പ്രസംഗമായിരുന്നു അത്. അന്ന് മുതൽ പലവട്ടം 1995 മുതൽ 2022, 2010, 2012, 2018, 2022, 2026 മാർച്ച് വരെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. പല തവണ ആവർത്തിച്ചുകൊണ്ടിരുന്നു. ഇതാ ഇപ്പം അങ്ങനെ 35 വർഷങ്ങളായിട്ടും പൊട്ടിയിട്ടില്ല. അവസാനം അവർക്ക് പൊട്ടിക്കണമെന്ന് തോന്നിയ സമയത്ത് അവർ ട്രംപിനെ കൂടെ കൂട്ടി അല്ലെങ്കിൽ ട്രംപിനെയും കൂടെ പറഞ്ഞ് പഠിപ്പിച്ച് അല്ലെങ്കിൽ പറഞ്ഞ് പേടിപ്പിച്ച് മറ്റ് പല കാരണങ്ങളും വെച്ച് പേടിപ്പിച്ച് അവസാനം അവർക്ക് തോന്നുന്ന ഒരു സമയത്ത് ഒരു യുദ്ധം അങ്ങോട്ട് തുടങ്ങി. അതായിരുന്നു ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധം. ഇപ്പം ഇത്രയും വർഷങ്ങളായിട്ടും പ്രയോഗിച്ചിട്ടില്ല. ഇപ്പം യുദ്ധം കഴിഞ്ഞ് 12 ദിവസങ്ങളായിട്ടും ഇറാൻ ഈ പറഞ്ഞ ആണവായുധം പ്രയോഗിച്ചിട്ടില്ല. ഇതേ കാരണം പറഞ്ഞിട്ടായിരുന്നു ഇറാഖ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ തന്നെ അമേരിക്ക ഇല്ലാണ്ടാക്കി കളഞ്ഞത്. ഏതാണെങ്കിലും ആ ഒരു കളവ്, നെതന്യാഹു പറഞ്ഞു പഠിപ്പിച്ച കളവ്, ഇപ്പോഴും തെളിയാത്ത കളവ്, അവരുടെയൊക്കെ അല്ലെങ്കിൽ അവരുടെ രാജ്യത്തിൻ്റെ തന്നെ അടിവേരിളക്കി കളഞ്ഞ ഇറാന്റെ പ്രതികാരത്തിന് അല്ലെങ്കിൽ ഇറാൻ കാണിച്ച് വെച്ചിട്ടുള്ള യുദ്ധത്തിന്റെ തന്ത്രങ്ങളും അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ആവിഷ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഏതാണെങ്കിലും നെതന്യാഹു പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ആ കള്ളങ്ങൾ നമുക്ക് ഈ സീക്വൻസിൽ 95 മുതൽ ഇപ്പോൾ 2026 വരെയുള്ള ഒരു സീക്വൻസിൽ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. If not stopped, Iran could produce a nuclear weapon in a very short time. It could be a year. They have the wherewithal, the stored up, preserved knowledge to make a bomb very quickly. If they wanted to. Iran is so dangerous. Weeks away from having the fissile material for an entire arsenal of nuclear bombs. They're very close. They're 6 months away from being about 90% of having the enriched uranium for an atom bomb. Iran is gearing up to produce 25 bombs, atomic bombs a year, 250 bombs in a decade. Iran will be capable of producing alone, without importing anything, nuclear bombs within 3 to 5 years. Once Saddam has nuclear weapons, the terror network will have nuclear weapons. Next thing you'll see is a nuclear bomb in the World Trade Center. If you take out Saddam's regime, I guarantee you that it will have enormous positive reverberations on the region. നിങ്ങൾ കണ്ടിട്ടില്ലേ? അതായത് ഇസ്രായേലി നെസറ്റ് തുടങ്ങി അതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭയിൽ വരെ അല്ലെങ്കിൽ മറ്റ് പല വേദികളിലും ഇതേ കളവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇറാൻ ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളെ തീർക്കും, അല്ലെങ്കിൽ ഇത് 90% എൻറിച്ച്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇറാന്റെ കംപ്ലീറ്റ് 25 മുതൽ 30 വരെ ആയുധങ്ങൾ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവരിത് പൊട്ടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട് 35 വർഷമായിട്ടും പൊട്ടിച്ചില്ല. ഇപ്പൊ യുദ്ധം തുടങ്ങിയിട്ടും ഇറാൻ ഇതെടുത്ത് പൊട്ടിച്ചിട്ടില്ല. അപ്പോൾ ഇറാൻ്റെ കയ്യിലുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇറാൻ അതിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇറാൻ ഈ രാജ്യത്തിനോട് ഇത്രയും ആളുകൾ ഈ ഉപരോധങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടും അവിടെ നിന്ന് പിടിച്ചു നിന്ന് ഇത്രയും കാലം ഈ ഒരു അവസ്ഥയിലോട്ട് ഇറാൻ എത്തിയിട്ടുണ്ടെങ്കിൽ അത് ഇറാൻ്റെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഇറാൻ്റെ ഭരണാധികാരികളുടെ ആ ഒരു നിശ്ചയദാർഢ്യം കൊണ്ട് തന്നെയാണ് അത് നടന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഈ 35 വർഷങ്ങളായിട്ട് ഇറാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു യുദ്ധമാണ്. ഏത് സമയത്തും അമേരിക്കയും ഇസ്രായേലും ഞങ്ങൾ ആക്രമിക്കും, ഉപരോധങ്ങൾ ഞങ്ങളെ മേലിൽ തന്ന് ഞങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലോട്ട് എത്തിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ അവരുടെ മിസൈൽ സിസ്റ്റങ്ങൾ ലോകത്ത് ആർക്കുമില്ലാത്ത, ലോകത്ത് ആരുടെ കണ്ണ് വരെ തള്ളിപ്പോകുന്ന മിസൈൽ സിസ്റ്റങ്ങളുടെ അവരുടെ കയ്യിൽ 35 വർഷങ്ങളായിട്ട് ഓരോ വർഷവും അവരൊരു യുദ്ധം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ഇസ്രായേലും അമേരിക്കയും ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് അവസാനം പല ഇൻഫ്ലുവൻസിലോട്ട് വന്നു. എപ്സ്റ്റീൻ ഫയലടക്കമുള്ള പല കാര്യങ്ങളും വന്നു. പല വിദേശ ശക്തികളുടെയും പ്രഷർ ഇതിൽ വന്നു. അവസാനം ഒരു യുദ്ധമാക്കി പ്രഖ്യാപിച്ച് വന്ന സമയത്ത് ഇറാൻ എങ്ങനെ ഇതിനെ തകർത്തു എന്നുള്ളത് നമ്മൾ നോക്കണം. ഇത്രയും വലിയ ലോകരാജ്യമായിട്ടുള്ള അമേരിക്കയും ഇസ്രായേലും കൂട്ടടിയടിച്ചിട്ടും ഇറാനിൽ ഇത്രയും നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടായിട്ടും ഇന്നും ഓരോ ദിവസം 200-300 മിസൈലുകൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലോട്ട് ഇവരുടെ ബേസുകളായിട്ടുള്ള GCC കൺട്രീസിലോട്ടും വിട്ട് അമേരിക്കയുടെയും ഇസ്രായേലിയും തകർത്ത വിധമാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. ഇത് എനിക്ക് അയച്ചു തന്നിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ടല്ലേ തകർത്ത കാര്യങ്ങളും തകർത്ത 1-2 ഇമേജസ് കാണിച്ച് നമ്മൾ വീഡിയോ ചെയ്തു പോയി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോപ്പർ നമ്മൾ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ട്. ഒരു യൂട്യൂബിൽ ഒരു വിദേശ അമേരിക്കനാന്ന് തോന്നുന്നുണ്ട് ഒരു
ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതിൽ നിന്നാണ് ഇതെല്ലാം എടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു വീഡിയോ ഇനി പറയാൻ പോകുന്നത്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് ഇത് അയച്ചു തന്നത് എനിക്ക്. അവരുടെ പേര് പറയുന്നില്ല, എനിക്ക് അവരുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളത്. ഇൻ കേസ് അവർ ഇതിൻ്റെ താഴത്ത് വന്നിട്ട് ഒരു കമൻറ്റ് ഇടാണെങ്കിൽ നമുക്ക് ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം. ഇത് എനിക്ക് ആരാണ് അയച്ചതെന്ന് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രോപ്പറായിട്ടുള്ളൊരു വീഡിയോ ആണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ, ഓരോ സ്ഥലങ്ങളും തകർത്ത ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണ് നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത്. നമുക്ക് ആദ്യം ബഹ്റൈനിൽ ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾ എടുക്കാം. എങ്ങനെയാണ് ഇറാൻ ആക്രമിച്ചത് എന്നുള്ളത്. ഇറാൻ വെറുതെ കുറേ ഡ്രോണുകൾ അങ്ങോട്ട് വിടുകയല്ലായിരുന്നു. ഇറാൻ ഡ്രോണുകൾ വിട്ടിട്ട് അവിടുത്തെ റഡാർ സിസ്റ്റങ്ങളാണ് ആദ്യം തകർത്തത്. ഇസ്രായേലിലും അതുപോലെ തന്നെ GCC കൺട്രി റഡാർ സിസ്റ്റങ്ങളെ കംപ്ലീറ്റ്ലി അടിച്ചങ്ങ് തകർത്തു. റഡാർ സിസ്റ്റം ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്. റഡാർ വെച്ചിട്ടാണ് ഓക്കെ മിസൈൽ വരുന്നുണ്ട്, ഇന്ന പൊസിഷനിൽ ഇന്ന ഡയറക്ഷനിൽ ഇന്ന മാഗ്നിറ്റ്യൂഡിലാണ് വരുന്നത്, അടിച്ചോളാൻ റഡാറാണ് ഇവർക്കുള്ള ഇത് കൊടുക്കുക, റഡാറുകളാണത് ഡിറ്റക്ട് ചെയ്യുന്നത്. ആദ്യം അതങ്ങ് തകർത്തു. വെറുതെ അവിടെയും ഇവിടെയും കൊണ്ട് ബോംബല്ല, ഓൺ സ്പോട്ടിൽ കറക്റ്റ് പോയിന്റിൽ അങ്ങോട്ട് തകർത്ത് കളയുക ചെയ്തത്. അപ്പം ബഹ്റൈനിലെ നിങ്ങൾ നോക്കിട്ടോ, ബഹ്റൈനിലെ NSA ബേസാണ്, USA NSA ബേസാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ റഡാർ സിസ്റ്റം തകർക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതായത് ഇതിൻ്റെ പഴയ മുമ്പത്തെ ഫോട്ടോ ഉണ്ട്, അതിനുശേഷം പിന്നത്തെ ഫോട്ടോ ഉണ്ട്. നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. മുന്നത്തെ ഫോട്ടോ നിങ്ങൾ നോക്കി, മുന്നത്തെ ഫോട്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയായിരുന്നു ആ ഒരു ഏരിയ ഉണ്ടായിരുന്നത്. എത്ര പ്രോപ്പറായിട്ട് അവിടെയും ഇവിടെയും കറക്റ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഏരിയ ഉണ്ടായിരുന്നത്. അതിൻ്റെ ഈ ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നില്ല, ഈ ഗ്രീൻ കളറിൽ നമ്മൾ കാണുന്നതാണ് ബേസ്. അതിന് തൊട്ട് അപ്പുറത്ത് മാറിയിട്ടാണ് ഈ 2 റഡാർ സിസ്റ്റങ്ങൾ വൈറ്റ് കളറിൽ ബോൾ പോലെ നിങ്ങൾക്ക് കാണാം അവിടെ, അല്ലെ, ഫുട്ബോൾ പോലെ. ഈ 2 സാധനങ്ങൾ, ഈ 2 സാധനത്തിനെ കറക്റ്റായിട്ട് ഡ്രോൺ വിട്ടങ്ങ് തകർത്തു. കുറേ ഡ്രോൺ വിട്ടിട്ടുണ്ടാവും, അതിൽ ഇതിനെ 2 ആദ്യം അങ്ങ് തകർത്തു. ഇതങ്ങ് തകർത്തോട് കൂടിയിട്ട് പിന്നെ അങ്ങോട്ട് വരുന്ന ബേസിനെ അടിക്കുക പിന്നെ ചെയ്യുന്നത്. ഈ ബേസിനെ അടിക്കാൻ വരുമ്പം ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവിടുത്തെ കുറേ US പട്ടാളക്കാർ മരിക്കുന്നു, കുറേ US പട്ടാളക്കാർക്ക് പരിക്ക് പറ്റുന്നു. ഈ ഒരു സിസ്റ്റത്തിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് ആ വലിയ കറുപ്പ് കളറിൽ നിങ്ങൾ കാണുന്നില്ല, അത് തകർത്തതിന് ശേഷമല്ല, നമ്മൾ നേരത്തെ കണ്ട ബോൾ പോലെ നിൽക്കുന്ന റഡാർ സിസ്റ്റമാണിത്. ആ 2 അങ്ങ് തകർത്ത് കളഞ്ഞു. പിന്നെ അങ്ങോട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവിടുന്ന് ഓടുക. പിന്നെ അമേരിക്കൻ പട്ടാളത്തിൽ ഒന്നും ചെയ്യാനില്ല, ഓടിക്കോളാനാണ് പറഞ്ഞത് അവിടുന്ന്. ട്രംപ് എന്താ പറഞ്ഞത്, പെന്റഗൺ എന്താ പറഞ്ഞത്, സെൻട്രൽ കമാൻഡ് പറഞ്ഞത്, നിങ്ങൾ പോരും, ഇയാളൊന്നും കാര്യമില്ല, ഞങ്ങളെ കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ അവിടെ കിടന്ന് സത്തോണ്ടിരിക്കുക, അങ്ങനെ ഓടുക എന്നും പറഞ്ഞ് അവിടുന്ന് തിരിച്ചു വിളിക്കുന്ന ഒരു അവസ്ഥ. ഇനി പോട്ടെ, ഇനി ഖത്തറിലെ $1 ബില്യൺ റഡാർ നമ്മൾ കണ്ടു അല്ലേ. $2 ബില്യൺ വരുന്ന റഡാറുകളാണ് നമ്മൾ പറഞ്ഞു. ഖത്തറിലെ AN/FPS 132 റഡാറിൻ്റെ വില ഏകദേശം $2 ബില്യൺ ആണ്. ഇത് നിർമ്മിക്കണമെങ്കിൽ ഏകദേശം 8 വർഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഈ സാധനം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് 40 അടി ഉയരം ഇതിനുണ്ട്. ഇത് ഏറ്റവും വലിയ റഡാറുകളിൽ പെട്ട ഒന്നാണ്. ഇത് ലോകത്ത് തന്നെ ആകെ 6 റഡാറുകൾ മാത്രമേ ഇത്തരത്തിലുള്ളൂ. അതിലെ ഒരേ ഒരു റഡാറാണ് പശ്ചിമേഷ്യയിലുള്ള ഈ ഖത്തറിലുണ്ടായിരുന്ന ഈ ഒരു റഡാർ. ഈ റഡാർ തകർത്തത് വെറും $50,000 വില വരുന്ന ഒരു ഡ്രോൺ വെച്ചിട്ട് ഇറാൻ തകർത്തത്. $2 ബില്യൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 2 ലക്ഷം കോടി USD വരുന്ന ഒരു റഡാർ വെറും $50,000 USD വരുന്ന ഒരു ഡ്രോൺ വെച്ചിട്ട് ഇറാൻ അങ്ങ് തകർത്ത് കളഞ്ഞു. ഇതോടുകൂടി അങ്ങോട്ടുള്ള കംപ്ലീറ്റ് കമ്മ്യൂണിക്കേഷൻ അങ്ങ് പോവുകയാണ്. ഖത്തറിലെ അല്ലുദൈദിലോട്ടൊക്കെയുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങ് പോയിട്ട് അവിടുത്തെ സിസ്റ്റം മൊത്തം തകർത്ത് കളഞ്ഞു. അവിടെ നിന്ന് കുറേ പേര് മരിച്ചു, കുറേ പേര് അവിടുത്തെ പലായനം ചെയ്ത് ഓടിപ്പോയി. പല ആളുകളും പല ഹോട്ടലുകളിലും പോയി റൂം എടുത്ത് ആ ഹോട്ടലുകളുടെ റൂമിൻ്റെ അകത്ത് വരെ പോയി പൊട്ടുന്ന ഡ്രോണുകളാണ് ഇറാൻ നിർമ്മിച്ചത്. അപ്പോൾ ഇതാണ് ഇറാൻ്റെ അക്യുറസി എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് വെറും പുച്ഛത്തിൽ എഴുതി അങ്ങ് തള്ളിയൊക്കെയായിരുന്നു ഇറാൻ്റെ. പക്ഷേ ഇറാൻ്റെ അക്യുറസി എത്രയെന്നുള്ളത് നമ്മൾ ഈ ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഈ സാറ്റലൈറ്റ് ഇമേജ് നമുക്ക് മനസ്സിലാവും. ബിഫോർ ആൻഡ് ആഫ്റ്റർ വരുന്ന ഇമേജസിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾ കണ്ടോ, വെറുതെ അല്ല, ഇറാനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂതന്മാരെക്കാളും, അതായത് ഇസ്രായേലികളെക്കാളും തലയും ബുദ്ധിയുള്ള ആളുകളാണ്. അവർക്ക് ലിമിറ്റഡ് ആയിട്ട് ഉപരോധത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വന്തമായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന ഈ മിസൈലുകളാണ്. അതവർ കറക്റ്റായിട്ട് ചെയ്തു. അതിൻ്റെ ടു ദ മാക്സിമം അതവർ ചെയ്യുകയും ചെയ്തു. അവരത് പ്രയോഗിക്കുകയും ചെയ്തു. അടി തെറ്റിയിരിക്കുന്ന ഇസ്രായേലിനെയും അമേരിക്കനെയും നമ്മൾ കണ്ടത്. ഇനി ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇനി ജോർദാൻ, UAE, സൗദി ഈ രാജ്യങ്ങളിലെ റഡാറുകൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ജോർദാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ, UAE, സൗദിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ചെറിയ റഡാറുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇമേജസ് നിങ്ങൾ നോക്കും. ഇപ്പം എടുത്തു കഴിഞ്ഞാൽ ഏകദേശം 300 മുതൽ 500 മില്യൺ ഇതിൻ്റെയൊക്കെ എമൗണ്ട് വരുന്നത്. ഈ എമൗണ്ട് വരുന്ന റഡാറുകളാണ് ഇറാൻ ഇതേപോലെ തന്നെ തകർത്ത് കളഞ്ഞത്. അതിൻ്റെ ബിഫോർ ചിത്രങ്ങൾ നിങ്ങൾ നോക്ക്, ആഫ്റ്റർ നിങ്ങൾ നോക്ക്. ബിഫോർ എത്ര ആ സ്ഥലം, ആ മൊത്തം സ്ഥലത്ത് നിങ്ങൾ ആ വൈറ്റ് കളറിൽ കാണുന്ന ഒരു ഡോം പോലത്തെ, അതല്ലെങ്കിൽ വൈറ്റ് കളറിൽ കാണുന്ന ഇതങ്ങ് തകർത്ത് കറക്റ്റ് അവിടെ കൊണ്ടിട്ട് ചെറിയ ഡ്രോണുകൾ വിടുക, അതങ്ങ് തകർത്ത് പൊളിക്കുക. അതോടുകൂടി അങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ടാവുക. പിന്നെ തുര മിസൈൽ വെച്ചിട്ട് ആ ബേസ് തന്നെ അങ്ങ് തകർക്കുക. അമേരിക്കൻസ് വേണ്ട അവിടെ. അമേരിക്കൻസ് എവിടെയെങ്കിലും ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തലയിൽ ഡ്രോൺ വന്ന് വിടുന്ന അവസ്ഥയിലോട്ട് എത്തിക്കാം. എന്നിട്ടും അവിടെ നിന്ന് പോവാണ്ട് മറ്റ് സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവരാണ് ഇപ്പം ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കൻസ് ഉള്ള സ്ഥലങ്ങളിൽ അവരുടെ ഹോട്ടൽ, അവർ താമസിക്കുന്ന ഹോട്ടൽ, അങ്ങനത്തെ സ്ഥലങ്ങളിലോട്ടാണ് പിന്നെ അടിക്കുന്നത്. അല്ലാണ്ട് ഈ പറഞ്ഞ അറബ് രാജ്യങ്ങളല്ല അടിക്കുന്നത്. അവിടെ നിന്ന് ഇപ്പോഴും പോവാണ്ട് തൂങ്ങിപ്പിടിച്ച് നിൽക്കുന്നവന്മാരാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആളുകൾ അവിടെ നിന്ന് ഓടിപ്പോയി. ഇത് തന്നെയാണ് UAEയിലെയും സൗദിയിലെയും ജോർദാനിലെയും അവസ്ഥ. ഇങ്ങനെയാണ്
ഈ ഗൾഫ് കൺട്രീസിലെ കംപ്ലീറ്റ്ലി ഇറാൻ അങ്ങ് തീർത്ത് കളഞ്ഞത്. അമേരിക്കയ്ക്കും ഇസ്രായേലിൻ്റെയും മുഖത്തടിച്ച് കിട്ടിയ പോലെയുള്ള പരിപാടികളാണ് ഈ കാണിച്ചുകൊണ്ടിരുന്നത്. ഇനി അതുപോട്ടെ, ഇസ്രായേലിലെ പ്രതിസന്ധി എന്താണ്? ഇത് തന്നെയായിരുന്നു ഇസ്രായേലിലെ അവസ്ഥ. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഈ അയൺ ഡോം സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് എന്താ പറയുക, ഈ കൺട്രോൾ ചെയ്ത റഡാർ സിസ്റ്റങ്ങൾ ആദ്യത്തെ 3-4 ദിവസം വെമ്മാർ അടിച്ചങ്ങ് തകർത്തു. അതിനുശേഷം പിന്നെ തുരുതുര മിസൈലുകൾ വീണു. ആദ്യത്തെ 3-4 ദിവസം നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇമേജസും പിക്ചേഴ്സ് അവിടുന്ന് വന്നിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ കണ്ടു തുടങ്ങി ടെല്ലവീവിലും ജെറുസലേമിലും ഹൈഫയിലും എത്ര ബിൽഡിങ്ങുകൾ തകർത്തു, എത്ര അണ്ടർഗ്രൗണ്ടുകൾ തകർത്തു, എത്ര ബങ്കേഴ്സ് തകർത്തു. നെതന്യാഹുവിൻ്റെ വീട് തകർത്തു, നെതന്യാഹുവിൻ്റെ ഓഫീസ് തകർത്തു, നെതന്യാഹുവിൻ്റെ ബങ്കർ തകർക്കുന്നു. നെതന്യാഹു ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. നെതന്യാഹുവിൻ്റെ അനിയൻ മരണപ്പെട്ടു, ബെൻക്വയർ മരിച്ചു, അതായത് അവരുടെ എന്താ പറയുക യുദ്ധ പ്രതിരോധ മന്ത്രി മരിച്ചു, അവരുടെ മറ്റൊരു മന്ത്രിയുടെ മകൻ മരിച്ചു. അങ്ങനെ കംപ്ലീറ്റ്ലി അവിടെ ഒരു അസ്ഥിരത ഉണ്ടാക്കി. എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഒക്കെ അവർ അടിക്കാൻ അങ്ങോട്ട്. പിന്നെ അവർ പ്രോപ്പർ പോയിന്റുകളിലോട്ട് പിന്നെ അങ്ങ് അടിച്ചു തുടങ്ങിയപ്പം ഇസ്രായേലി ജനതക്ക് തന്നെ കൈവിട്ട് പോയൊരവസ്ഥ, അല്ലെങ്കിൽ ഗവൺമെന്റിന് തന്നെ കൈവിട്ട് പോയ അവസ്ഥ. പല സ്ഥലങ്ങളിൽ എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇനി സൈറം വരില്ല, അതായത് മുൻകൂട്ടി അറിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്? അവിടുത്തെ റഡാറുകൾ പോയി, ഇനി മിസൈൽ വരുന്നത് അവർക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മിസൈൽ വരിക, വിൽക്കുക, പൊട്ടുക, തെറിക്കുക, ആളുകൾ ചാവുക. പിന്നെ അവിടുന്ന് വരുന്ന ലിമിറ്റഡ് ആണ്. നമ്മൾ ഈ കണ്ടത് വളരെ കുറച്ചാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ കുറച്ച് സ്ഥലങ്ങളാണ് ഇപ്പോൾ അവിടെ സെക്യൂറായി നിൽക്കുന്നത്. ബാക്കി എല്ലാ സ്ഥലങ്ങളും തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ഈ മീഡിയ ബാന് ഭയങ്കരമാണ്. അവിടുന്ന് ഒരു വീഡിയോ ചിത്രീകരിച്ച് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ 5 ലക്ഷമാണ്, 5 വർഷമാണ് അവിടെ തടവ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വലിയ ഫൈനുകളുമാണ് രാജ്യദ്രോഹ കുറ്റമായിട്ട് എടുക്കുന്നത്. അതുകൊണ്ട് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ അവിടുന്ന് വരുന്നുള്ളൂ. ചില CNN പോലത്തെ അല്ലെങ്കിൽ News 18 പോലെ, നമ്മുടെ ഇന്ത്യയുടെ പറയുന്ന News 18 പോലത്തെ ചില ചാനലുകൾക്ക് പാർഷ്യൽ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഈ അപ്രൂവലും കൊണ്ട് അവർ അവിടെ പോയിട്ടാണ് അവരോട് കാണിക്കുന്നത്. ഇത് പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ബൊമ്മാർക്കും ഒക്കെ പണി കിട്ടും. പക്ഷേ ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് തന്നെ തടഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പറയും ഇസ്രായേൽ തീർന്നല്ലോ എന്ന് കംപ്ലീറ്റ് പറയും എന്നുള്ള പേടി കൊണ്ടാണ് ഇതിൻ്റെ മേലോട്ട് അധികം പേര് ഫോക്കസ് കൊടുക്കാണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ സോഴ്സുകളും അവിടെ ബ്ലോക്ക്ഡ് ആണ്. ഇറാൻ അങ്ങനെയല്ല. ഇറാനിൽ പല രീതിയിൽ നമ്മളിത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ കംപ്ലീറ്റ് ഈ സെൻറ്ററുകളിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് പിക്ചേഴ്സും ബാക്കി ഇമേജസും ഒക്കെ സെൻസേഡ് ആയിട്ടാണ് ഇപ്പം പുറത്തോട്ട് വരുന്നത്. അതുമാത്രമല്ല, മൊസാദിൻ്റെ തന്നെ പല അതായത് മൊസാദിൻ്റെ പല താവളങ്ങളടക്കം അല്ലെങ്കിൽ അവരുടെ പല ഓഫീസുകളടക്കം കംപ്ലീറ്റ്ലി ഇറാൻ്റെ മിസൈൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു യുദ്ധത്തിൽ ഇപ്പം ഇസ്രായേലും അതുപോലെ തന്നെ അമേരിക്കയും പെട്ടിരിക്കുന്നത്. ഇത്രയും കാലം ഒരു അന്ധമായ വിശ്വാസം, അയൺ ഡോം ഉണ്ട്, താഡ് ഉണ്ട്, പാട്രിയറ്റ് ഉണ്ട്, ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്ന റഡാറുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്നുള്ളൊരു വിശ്വാസം 35 വർഷം കൊണ്ട് ഇറാൻ നേടിയെടുത്തിട്ടുള്ള അവരുടെ ടെക്നോളജി വെച്ചിട്ട് അവരങ്ങ് തകർത്ത് കളഞ്ഞു. ഒരു വല്ലാത്ത മനുഷ്യന്മാരാണ് ഇറാനികൾ എന്ന് പറഞ്ഞത്. അവിടെ പിള്ളേരെ കുരുതി കൊടുത്ത് ഇവന്മാർ കാണിച്ച ചെറ്റത്തരങ്ങൾ തുടക്കം കുറിച്ചിട്ട് അതിനെപ്പോഴും പ്രതിരോധിച്ച് അതിനെ ആക്രമിച്ചിരിക്കുന്ന ആളുകളാണ് ഇറാൻ ജനത. നമ്മളിവിടെ പറയുന്ന പോലെ 2, 3, 4 ആളുകൾക്ക് ബിക്കിനിട്ട് പുറത്തിറങ്ങാനുള്ള സൗകര്യം ഇറാനികൾ അല്ലെങ്കിൽ ഇറാനിലെ ഭരണകൂടം ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് ഇറാൻ ആക്രമിച്ചോ എന്ന് പറഞ്ഞ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും നമ്മുടെ നാട്ടിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘികളും, ഈ പറഞ്ഞ സംഘിയുടെ തന്തയെ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഘിയുടെ പെങ്ങളോ ഭാര്യ നടക്കും അമേരിക്കക്കാർ നടക്കുന്ന പോലെ ഇല്ല. അത്രയൊന്നും അങ്ങോട്ട് നമ്മുടെ ഇന്ത്യൻ കൾച്ചർ പോലും നമ്മൾ അങ്ങോട്ട് അഴിഞ്ഞാടാനുള്ള കൾച്ചറൽ സപ്പോർട്ടൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. എങ്കിലും മുസ്ലിങ്ങൾ കുറേ എണ്ണം ഇറാനിൽ ചത്തു പോലോ എന്നുള്ള കരുതിയുടെ നമ്മുടെ നാട്ടിൽ സംഘികളും ഈ പറഞ്ഞ ഇറാന്, അതായത് ഈ പറഞ്ഞ അമേരിക്കയ്ക്ക് നമ്മുടെ ജീനെ കുനിച്ച് നിർത്തി അടിച്ചു വിട്ട് അമേരിക്കയ്ക്ക് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നത്, അതുപോലെ തന്നെ ഇസ്രായേലിന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നത്. ഇപ്പം ഒമാരുടെ വായിൽ വരെ അടിച്ചു കിട്ടിയിട്ടുള്ളൊരു അവസ്ഥയിലാണ് കാര്യം. ബൊമ്മാരുടെ ഒക്കെ വായിലാണ് പോയിട്ട് മിസൈലുകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇങ്ങനെയാണ് ഇറാൻ യുദ്ധത്തിൽ പിടിച്ചു നിൽക്കുന്നതും തിരിച്ചടിക്കുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ഐഡിയ. ഏതായാലും ഈ വീഡിയോ അയച്ചു തന്ന ആൾക്ക് ഒരുപാട് എന്താ പറയുക താങ്ക്സ് പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ക്രിയേറ്റർ. അയാൾ ചെയ്യുന്ന വീഡിയോസ് ഞാൻ കണ്ട് വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്ത വീഡിയോ. അതുകൊണ്ട് തന്നെ ഒരുപാട് സോഴ്സസ് നമുക്ക് അതുപോലത്തെ പല വീഡിയോസ് എടുത്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത്, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളിന് ആദ്യം അത് ചെയ്യുക. കുറേ ആളുകളെ എടുത്തോട്ട് നമ്മുടെ വീഡിയോസും നമ്മുടെ ഈ ഡീറ്റെയിൽസുകളൊക്കെ എത്തണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് പറയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ലൈവോ വീഡിയോയിലോ അടുത്ത് കാണാം. ബൈ.